പമ്പയിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ട സംഭവത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടൽ. ശുചിത്വ മിഷൻ പമ്പയിൽ പരിശോധന നടത്തിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വീണ ജോർജ് അറിയിച്ചു. 24 ഇംപാക്ട്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകളൊക്കെ അവിടെ നടന്നിരുന്നു. ഇതുകൂടാതെ മറ്റ് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി ഇത്തരത്തിലുള്ള മലിനീകരണം പാടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ദേവസ്വം ബോർഡിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതാത് ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയിക്കുമെന്നുള്ളതാണ്. പിന്നെ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ മലിനീകരണം ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ശ്രീകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീത്ത്, ഇപ്പോൾ 24 പുറത്തോട്ടൊരു വാർത്തയിലാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരിശോധനയൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ 24 ആണ് 6ാം വാർഷിക ദിവസത്തിൽ ഈ ഒരു വാർത്ത, ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിടുന്നത്. അത് ആ പ്രദേശത്ത് അന്നദാന മണ്ഡപത്തിൽ നിന്നടക്കം അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്നടക്കം വരുന്ന മലിനജലമാണ്. നമ്മളവിടെ പോയപ്പോൾ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. അഴുകിയ ഭക്ഷണ അവശിഷ്ടങ്ങളടക്കം നേരെ വന്ന് പതിക്കുന്നത് പമ്പയിലേക്കാണ്. തീർത്തും ദുർഗന്ധമാണ് ആ മേഖലയിലുള്ളത്. ആളുകൾ കുളിക്കുന്നു, ഒരു ഭാഗത്ത് കുട്ടികളടക്കമുള്ള അയ്യപ്പ ഭക്തർ കുളിക്കുന്നു, അതിനുശേഷം സ്നാനം ചെയ്ത് മടങ്ങുന്നു. അവിടെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ മലിനീകരണ പ്രശ്നം നിലനിൽക്കുന്നത്. ഓടകളിലൂടെയാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്, മലിനജലം ഒഴുകി വരുന്നത്. അത് തുറന്ന ഓടകളാണ്. അത് കൃത്യമായി തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, തുറന്ന ഓടകളാണ്. ദേവസ്വം ബോർഡിനെ ഈ വിഷയത്തിൽ കാര്യമായ രീതിയിലൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നു. അതായത് മന്ത്രി വീണ ജോർജിൻ്റെ നിർദ്ദേശം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി കർശനമായ നിർദ്ദേശം നൽകുകയായിരുന്നു. അവർ ശുചിത്വ മിഷന് നിർദ്ദേശം നൽകി, ജില്ലാ കളക്ടർ. അതിനുശേഷം ശുചിത്വ മിഷൻ്റെ ഒരു പരിശോധന കഴിഞ്ഞ ദിവസം, അത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ആ ഒരു പരിശോധന പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിയുടെ വാക്കുകൾ ശരിയാണെങ്കിൽ ദേവസ്വം ബോർഡിനെ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. ഇത് രേഖാമൂലം തന്നെ അടുത്ത ദിവസം ധരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കണം. അന്നദാന മണ്ഡപത്തിൽ നിന്ന് അഴുകിയ വെള്ളം, അഴുക്ക് വെള്ളം ഒഴുകി വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ മാലിന്യം എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിശോധിക്കണം. ഡ്രൈനേജ് സിസ്റ്റം അടക്കം കൃത്യമായ രീതിയിൽ പരിശോധിക്കണമെന്ന കർശനമായ നിർദ്ദേശം ആ മേഖലയിൽ ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. പമ്പയുടെ തൊട്ടപ്പുറത്ത് ഈ ടോയ്ലറ്റുകളുണ്ട്. ആ മേഖലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടം, മാലിന്യാവശിഷ്ടം അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ സമഗ്രമായൊരു പരിശോധനയ്ക്ക് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നു, നടപടിയെടുത്തിരിക്കുന്നു. കൃത്യമായൊരു ഇടപെടൽ, വാർത്തയിൽ കൃത്യമായൊരു ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം ബോർഡും പ്രസിഡന്റും പറഞ്ഞിരുന്നു, ഒറ്റപ്പെട്ട സംഭവമാണ്, ഞങ്ങളത് കൃത്യമായ രീതിയിൽ അന്വേഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തായാലും വാർത്തയിൽ അധികൃതരുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. നമുക്കും വളരെയധികം സന്തോഷം. എത്രയും പെട്ടെന്ന് ആ മാലിന്യ പ്രശ്നത്തിലൊരു പരിഹാരം കാണട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ശരി, ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. പമ്പയിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ട സംഭവത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അത് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്.